Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗരം മസാല റെസിപ്പി. ഞാൻ എപ്പോഴും എൻ്റെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണെന്നൊക്കെ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഗരം മസാലയുടെ റെസിപ്പി അതിൻ്റെ ഒരു കൂട്ടൊന്ന് പറഞ്ഞു തരാമോന്ന്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കൂട്ട് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്തുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അത് ചിലപ്പോൾ ചേർക്കുന്നവരുണ്ടാവും. അപ്പോൾ ചേർക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഗരം മസാല പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിലാണ് എൻ്റെ എല്ലാ അളവുകളും ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് ഉടനെ തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഞാൻ ആദ്യം എടുക്കുന്നത് പെരുംജീരകമാണ്. ഫെനൽ സീഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ പെരുംജീരകം ഞാനൊരു 5 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു 5 ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് ബാക്കിയുള്ളതെല്ലാം പറയുക. ഈ പെരുംജീരകത്തിൻ്റെ ഒരു സ്വാദാണ് മുന്നിൽ നിൽക്കേണ്ടത് സത്യത്തിൽ. അപ്പോൾ അതാ 5 ടേബിൾ സ്പൂണോളം പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് പട്ടയാണ്. പട്ട ഇത് നല്ല ഫ്രഷ് പട്ടയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഞാനിപ്പോൾ ഇതാ ഒരു 3 കഷ്ണം, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് തക്കോലമാണ്. തക്കോലം ഇതുപോലെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിനാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമ്മളെപ്പോഴും ഇതുപോലത്തെ സ്പൈസസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കും. ഒത്തിരി പഴക്കം ചെന്നത് എടുക്കാതിരിക്കുക കേട്ടോ. ഇനി ചേർക്കുന്നത് ഇതാ ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഗ്രാമ്പു ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു കുത്തലായിരിക്കും അതിന്. അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഞാൻ ചേർക്കുന്നത് മുഴുവൻ മല്ലിയാണ്. മുഴുവൻ മല്ലി ഞാൻ പക്ഷേ ടേബിൾ സ്പൂൺ കണക്കല്ല, ടീസ്പൂൺ കണക്കാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം ഉള്ള മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച ഏലക്ക. ഇപ്പോൾ കറുപ്പ് കളറുള്ള ഏലക്കൊക്കെ കിട്ടും. ഞാൻ പച്ച ഏലക്ക മാത്രമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വാഗമണ്ണിൽ നിന്ന് മേടിച്ചിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയാണ് കേട്ടോ. നല്ല മണമുള്ള നല്ലൊരു ഫ്ലേവറുള്ള ഏലക്കയാണിത്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ രുചി കുറച്ച് ഒന്ന് നമ്മൾ അറിയണം. ഗരം മസാല ഒക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വേണ്ടത്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 3 ഇല കറുവേലയാണ് ചേർക്കുന്നത്. ബേ ലീഫ് എന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകൾ അല്ലെങ്കിൽ സ്പൈസസ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സൂത്രം കൂടെ ഞാൻ ചേർക്കുന്നുണ്ടെന്ന്. ആ ഒരു സൂത്രം ഇതാണ് കേട്ടോ. ഈ ഒരു ഉണക്കമുളകാണ്. ഒന്നില്ല കശ്മീരി റെഡ് ചില്ലി എടുക്കുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ സാധാരണ ഉണക്കമുളകാണ്. അപ്പം ഈ ഒരു ഉണക്കമുളകാണ് ഇതിന് ഒരു എല്ലാ ഫ്ലേവേഴ്സും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഉണക്കമുളക്. അപ്പം നിങ്ങളത് ഉണക്കമുളക് ചേർക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗരം മസാല നല്ലതായിരിക്കും. ഇനി ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗരം മസാലകളൊക്കെ റെഡിയാണ്. ഇനി നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിതൊന്ന് ഒത്തിരി നേരം ഒന്നല്ല, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ തന്നെ നമ്മൾ ഏത് ചട്ടിയിലാണ് എടുക്കുന്നത്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കുന്നത്. നല്ല അടിക്കട്ടിയുള്ള പാത്രം എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാനിപ്പം ഇത് വറുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മളിത് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പാൻ ചൂടാക്കിയിരിക്കണം. എന്നിട്ടാണ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മൾ ആദ്യം പാൻ അടപ്പത്ത് വെക്കും, ഉടനെ തന്നെ നമ്മളെല്ലാ സ്പൈസസും അതിനകത്ത് ഇട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളിടുന്നതിന് മുന്നേ പാന് നല്ലതുപോലെ ഒന്ന് ചൂടാവണം. അത് ചൂടാക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. എന്നിട്ടാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി നല്ലതുപോലെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഈ ഒരു സ്പൈസസ് എന്നൊക്കെ പറയുന്നത് ഇതിൽ ഓരോ സ്പൈസസിലും അതിനകത്ത് ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറക്കും തോറും അതിനകത്തുള്ള ഓയിലൊക്കെ റിലീസാവും, പുറത്തോട്ട് വരും. അങ്ങനെയാണ് നമുക്ക് നല്ല മണമൊക്കെ കിട്ടുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, നമുക്ക് നേരിട്ട് തന്നെ വറക്കാതെ തന്നെ നമുക്ക് പൊടിച്ചൂടെ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ 3 കാര്യത്തിനാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വറക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒത്തിരി ഇതെല്ലാം സ്പൈസസ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഈർപ്പം കാണാം. അപ്പം ആ ഈർപ്പൊക്കെ പെട്ടെന്ന് പോവാൻ ഒക്കെ വേണ്ടിയിട്ട് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്.
രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കാൻ എളുപ്പമുണ്ടാവും, കാരണം ഇത് നല്ലതുപോലെ ഉണങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഇതിന് ഓരോ സ്പൈസസിനകത്ത് ഓയിലുണ്ട്. ആ ഓയിലിനകത്ത് ആ ഓയിൽ റിലീസാവും നമ്മൾ ചൂടാക്കും തോറും. അപ്പോൾ ഓയിൽ പുറത്ത് വരുമ്പം നല്ല മണം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വറുക്കുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി നാൾ കേടാവാതെ ഇരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇനി പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം, വളരെ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കണം, എങ്കിലാണ് നല്ല മണം, നല്ല ഫ്ലേവർ, അതുപോലെ തന്നെ ഒത്തിരി നാൾ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ തന്നെ ഇളക്കി തന്നെ നിൽക്കണം. നിങ്ങൾ കൈവിടാതെ ഇളക്കണം, കാരണം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്രൈയിങ് പാനൊക്കെ നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇത് കരിയാൻ പാടില്ല, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമാണ്. നമുക്ക് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതവിടെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ശബ്ദം നിങ്ങൾ കേട്ടോ, അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എന്നാൽ അത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും, അതുകൊണ്ട് കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പറ്റാവുന്നത് പോലെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിക്ക് അത്രയും പ്രഷർ കൊടുത്താൽ പോരെ. അപ്പോൾ ഞാനിതെല്ലാം പൊട്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഒരു 3-4 മിനിറ്റിനകത്ത് ഇതെല്ലാം നല്ലതുപോലെ ആറി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടാറിയിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഈ ഒരു സ്പൈസസ് എല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ ജാറാണ് എടുക്കുന്നത് മിക്സിയുടെ. അതാണ് കുറച്ചും കൂടെ നല്ലതുപോലെ നല്ലതുപോലെ അരഞ്ഞ് അല്ലെങ്കിൽ അടിച്ച് നല്ലതുപോലെ ഫൈൻ പൗഡറായിട്ട് വരാൻ അതാണ് നല്ലത് കേട്ടോ. വലിയ ജാറാവുമ്പോൾ പലതും ഈ ഒരു ഏലക്ക അതുപോലെ ഗ്രാമ്പും ഒക്കെ ചിലപ്പം പ്രോപ്പറായിട്ട് അതിങ്ങനെ പൗഡറായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു 1 മിനിറ്റൊക്കെ അടിച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ ഒത്തിരി ഫൈൻ പൗഡറായിട്ട് അടിക്കുന്നില്ല, അങ്ങനെ അടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്കിവിടെ ചെറിയ ആയിട്ട് ചെറിയ കഷ്ണങ്ങൾ കഴിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടാൻ തോന്നുന്നു. എന്തായാലും ഞാനിവിടെ 1 മിനിറ്റോളം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ഒത്തിരി ഫൈൻ പൗഡർ അല്ല, എന്നാൽ തീരെ മോശമല്ല. ഇപ്പോൾ ഇതൊരു പൗഡർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയ ഏലക്കയുടെ ഒക്കെ ചെറിയ പീസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗരം മസാലപ്പൊടി. വളരെ ഈ ഒരു ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചേർക്കണ്ട ഇറച്ചിക്കറികളിൽ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിക്ക്, ബീഫ് കറിക്കൊക്കെ വളരെ നല്ലൊരു മസാല പൗഡറാണിത്. എല്ലാവരും നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏത് മസാല പൗഡർ യൂസ് ചെയ്തതെന്ന്. അത്രയും വളരെ നല്ല ടേസ്റ്റുള്ള ഫ്ലേവറൊക്കെ കൊടുക്കുന്ന ഒരു ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഈ ഗരം മസാലപ്പൊടി സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചില്ല് കുപ്പിയിലാണ്. പ്ലാസ്റ്റിക് കുപ്പിക്കകത്തിനേക്കാളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇതുപോലത്തെ ചില്ലും കുപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചില്ലിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമ്മുടെ കബേർഡിനകത്ത് എപ്പോഴും ഒരു കൂളായിട്ട് അല്ലെങ്കിൽ ഈ കുറച്ച് ഇരുണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതുപോലുള്ള പൊടികൾ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഒരു 3-4 മാസമൊക്കെ സുഖമായിട്ട് ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. വർഷങ്ങളായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു എസൻസും അതൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് 2-3 മാസത്തേക്കുള്ളത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇപ്പോഴും ഒരു മാസത്തേക്ക്, ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1-1.5 മാസത്തേക്കുള്ള പൗഡർ മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു 1.5 മാസത്തേക്ക് ഇത് കറക്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവർ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ ബോട്ടിലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ അടയ്ക്കണം. അപ്പോൾ അതിനകത്ത് ഒരു തരി കാറ്റ് പോലും കടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ടൈറ്റായിട്ട് അടയ്ക്കണം. അങ്ങനെ ഇപ്പോൾ കയറുവാണെന്നുണ്ട് ചിലപ്പോൾ അത് കാറിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടി റെഡിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള ഗരം മസാലപ്പൊടി. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.